എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് മോക്ക് ടെസ്റ്റ് ആണ്. മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ പ്രിസൺ സ്ഥാപിതമായത് എവിടെയാണ്? കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ പ്രിസൺ സ്ഥാപിതമായത് എവിടെ? ആൻസർ ഓപ്ഷൻ എ, നെട്ടുകാൽത്തേരി. നെട്ടുകാൽത്തേരിയിലാണ് കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ പ്രിസൺ സ്ഥാപിതമായത്. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം സ്ഥാപിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഏതാണ്? കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം സ്ഥാപിച്ച ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, തവനൂർ. തവനൂരാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം സ്ഥാപിച്ച ആദ്യ സെൻട്രൽ ജയിൽ. കേരളത്തിലെ ആദ്യത്തെ വുമൺ പ്രിസൺ സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരയിലാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ പ്രിസൺ സ്ഥാപിച്ചത്. നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം? ഏത് വർഷമാണ് നെട്ടുകാൽത്തേരി ജയിൽ സ്ഥാപിതമായത്? ആൻസർ ഓപ്ഷൻ സി, 1962. 1962 നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സ്ഥാപിതമായ വർഷം? കേരളത്തിലെ ആദ്യത്തെ വുമൺ പ്രിസൺ സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 1990. 1990 കേരളത്തിലെ ആദ്യത്തെ വുമൺ പ്രിസൺ സ്ഥാപിതമായത്. കേരളത്തിലെ രണ്ടാമത്തെ ഓപ്പൺ പ്രിസൺ സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ സ്ഥാപിതമായത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, ചീമേനി. ചീമേനിയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഓപ്പൺ ജയിൽ സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ഓപ്പൺ ജയിൽ സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, പൂജപ്പുര. പൂജപ്പുരയിലാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഓപ്പൺ ജയിൽ സ്ഥാപിച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ 2019 പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ജയിൽ 2019 പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, വിയ്യൂർ. വിയ്യൂറിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ ആരംഭിച്ചത്. ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനായി ജയിൽ ട്രെയിനിങ് സ്കൂൾ 1957 സ്ഥാപിച്ചത് എവിടെയാണ്? ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനായി ജയിൽ ട്രെയിനിങ് സ്കൂൾ 1957 സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, പൂജപ്പുര. പൂജപ്പുരയിലാണ് ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനായി ജയിൽ ട്രെയിനിങ് സ്കൂൾ 1957 സ്ഥാപിച്ചത്. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം ഏതാണ്? ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സിക്ക. സിക്കയാണ് ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നതാണ് സിക്കയുടെ പൂർണ്ണരൂപം. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നതാണ് സിക്കയുടെ പൂർണ്ണരൂപം. ചീമേനി ഓപ്പൺ ജയിൽ സ്ഥാപിതമായ വർഷം? ചീമേനി ഓപ്പൺ ജയിൽ സ്ഥാപിതമായ വർഷം? ആൻസർ ഓപ്ഷൻ സി, 2007. 2007 ചീമേനി ഓപ്പൺ ജയിൽ സ്ഥാപിതമായത്. ജയിൽ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജയിൽ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, പൂജപ്പുര. പൂജപ്പുരയിലാണ് ജയിൽ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, വെൽഫെയർ ഓഫീസർ. വെൽഫെയർ ഓഫീസറാണ്
തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത്. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, അലക്സാണ്ടർ ജേക്കബ്. അലക്സാണ്ടർ ജേക്കബ് ആയിരുന്നു 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ. ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായത്തിലുള്ള തടവുകാരെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 18നും 21 വയസ്സിനും ഇടയിലുള്ളവരെ. 18നും 21 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത്. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സെൻട്രൽ ജയിൽ. സെൻട്രൽ ജയിലിലാണ് ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്നത്. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്. കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് പ്രകാരമുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് പ്രകാരമുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, സെൻട്രൽ ജയിൽ. സെൻട്രൽ ജയിലിലാണ് കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് പ്രകാരമുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്നത്. കേരളത്തിലെ സെൻട്രൽ ജയിലുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോമുകളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ ബി, 4. കേരളത്തിൽ 4 സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോമുകളാണ് ഉള്ളത്. കേരളത്തിലെ ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകളുടെ എണ്ണം. കേരളത്തിലെ ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ എ, 3. കേരളത്തിൽ 3 ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകളാണ് ഉള്ളത്. കേരളത്തിൽ വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകളുടെ എണ്ണം. കേരളത്തിലെ വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ ബി, 3. കേരളത്തിൽ 3 വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകളാണ് നിലവിലുള്ളത്. കേരളത്തിലെ ആദ്യത്തെ അതിസുരക്ഷാ ജയിൽ ആരംഭിച്ചത് ഏത് വർഷമാണ്? കേരളത്തിലെ ആദ്യ അതിസുരക്ഷാ ജയിൽ ആരംഭിച്ചത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ സി, 2019 ജൂലൈ 3. 2019 ജൂലൈ 3 കേരളത്തിലെ ആദ്യത്തെ അതിസുരക്ഷാ ജയിൽ ആരംഭിച്ചത്. 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ജില്ലാ ജയിൽ. ജില്ലാ ജയിലാണ് 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്നത്. 1 മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? 1 മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സബ് ജയിൽ. സബ് ജയിലാണ് 1 മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന ജയിൽ. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്രയാണ്? തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 6 വയസ്സ്. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം ജയിലിൽ താമസിക്കാവുന്നതാണ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം ഏതാണ്? സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1948 ഡിസംബർ 10. 1948 ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ആൻസർ ഓപ്ഷൻ എ, 3 വർഷം. 3 വർഷമാണ്
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി. കസ്റ്റഡി മരണങ്ങൾ ഡാഷ് മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. കസ്റ്റഡി മരണങ്ങൾ ഡാഷ് മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. ആൻസർ ഓപ്ഷൻ ബി 24 മണിക്കൂർ. കസ്റ്റഡി മരണങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത് തീയതി മുതൽ ഡാഷ് വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ ഡാഷ് വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. ആൻസർ ഓപ്ഷൻ എ 1 വർഷം. മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ 1 വർഷം കഴിഞ്ഞ ശേഷം സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം. നെൽസൺ മണ്ടേല റൂൾ എന്നിപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം. ആൻസർ ഓപ്ഷൻ എ 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സ്. 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സ്. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്ത ഒന്നാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽപ്പെടാത്തത് ആരാണ്? താഴെ പറയുന്നവയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽപ്പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയതോ ആയ ഒരു വ്യക്തി. സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തിയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്ത ഒരാളാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി IG. IG റാങ്കിൽ കുറയാത്ത ഒരാളെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നവരിൽ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്തൊരു വ്യക്തി ചുവടെ പറയുന്നവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ സി നിയമമന്ത്രി. നിയമമന്ത്രിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയും ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ പദവി വഹിക്കുന്നതാര്? 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആണ് 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വ്യക്തിത്വത്തിൽ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ചേർത്താണ്? മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ചേർത്താണ്? ആൻസർ ഓപ്ഷൻ സി ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇദ്, ഈഗോ, സൂപ്പർ ഈഗോയാണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തുന്ന ഘടകങ്ങൾ. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാകുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി ഏതാണ്? മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാകുന്ന ആരോഗ്യപരമായ മനോസാന്ത്വന രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. സമ്മർദ്ദത്തെ അതിജീവിക്കാൻ
ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത് മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതിയാണ്. അബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? അബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി, ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരത്തിലാണ് അബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തി പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത്. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം ആരാണ് അവതരിപ്പിച്ചത്? ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഗാർഡിനർ. ഗാർഡിനറാണ് ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ചത്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആരാണ്? മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡാണ് മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ.